से दिए हुए हमारी हर एक जो संपत्ति है वो उनकी ओर से दान है। എനിക്ക് ഒത്തിരി സംഭവങ്ങൾ ബൈബിളിൽ എടുക്കാനുള്ളത് അങ്ങനെ ആൽപ്പഴം പൊടി നൂല് പൊടി ബന്ധനം എന്ന് പറഞ്ഞ വാക്ക് ബന്ധനം बंधन ബന്ധൻ बंधन ഈ സത്യത്തിൽ എന്നാ ഈ ബന്ധനം ये क्या है जो बंधन जो है ബൈബിളിൽ ഒരു കഴുത ബന്ധിക്കപ്പെട്ടത് വായിച്ചിട്ടുണ്ടല്ലോ बाइबल में हमने पढ़ा हुआ है कि एक जो है गधा जो है उसको बांध के रखा हुआ था ചിലപ്പോൾ ഇന്ന് രാത്രി വലിയ വിടുതൽ പ്രാർത്ഥന എന്ന് കേട്ടെ शायद आज की रात में बहुत बड़ा एक मतलब परमेश्वर का काम हो सकता है परमेश्वर की दास की और सुने ध्यान से 5 മണിക്ക് എന്നെ കൂട്ടാൻ വരുമെന്ന് പറഞ്ഞ 5:03 ആയപ്പോൾ വന്ന് കിടക്കുക 5 बजे परमेश्वर के दास को बुलाने के लिए आएंगे करके बोले तो परमेश्वर के दास रंजू भैया जो है वो 3:30 बजे ही वहां पहुंच गए। ദേവദാസന്റെ ബന്ധനത്തിന്റെ ഒന്നാമത്തെ സൈൻ എന്താണെന്നറിയോ ഈ കഴുതയുടെ കഴുത്തിൽ ഒരു കയറുണ്ട് ആ കയർ ഇച്ചിരി ദൂരം കെട്ടിയിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളെ ആ കയറിന്റെ ദൂരം മാത്രമേ ഈ കഴുതയ്ക്ക് പോകാൻ പറ്റുള്ളൂ ബന്ധനത്തിന്റെ ഒന്നാമത്തെ സൈൻ എന്നറിയോ ഒരു ഏരിയ നിനക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല ये जो बंधन का जो बांध के रखा हुआ उसका क्या है कि एक बहुत ही गलत चीज ये है कि जहां पर बांध के रखा उसके चारों तरफ ही हम घूम सकते हैं उससे अलग हम एक कदम आगे नहीं जा सकते। ഒരു ഞായറാഴ്ച 30 പേര് ആരാധനയ്ക്ക് വരും അടുത്ത ഞായറാഴ്ച 35 പേര് വരും നമ്മളോട് ഉയരുക എന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴല്ലോ ഇതിനകത്ത് ഒരു 10 അങ്ങ് വലിച്ചോണ്ട് പോകാറുണ്ട് പിന്നെ 25 പേര് പണ്ട് എടി പാമ്പ് കളിക്കുന്ന പോലെ तो एक आराधना में पहले आते हैं कलीसिया में 30 जन लोग फिर उसके बाद फिर से 30 जन आते हैं फिर उसके बाद 10 जन और निकल जाते हैं ഇതിനെ പൊട്ടിക്കാനുള്ള അധികാരം നിന്റെ മേൽ കിടപ്പുണ്ട് और ऐसे बंधनों को तोड़ने का अधिकार परमेश्वर ने हर एक को दे रखा है। അപ്പോൾ ഒന്നാമത്തെ ബന്ധനത്തിന്റെ സൈൻ എന്നാ ഒരു ഏരിയ ക്രോസ് ചെയ്യാൻ മേല രണ്ടാമത്തെ കാര്യം കേൾക്കണം ഈ നിൽക്കുന്ന പുല്ലിലോട്ട് കഴുത കടിക്കുമ്പോ നിങ്ങൾ കേട്ടെ എന്നെ ഒന്ന് നോക്കിയേ ഒരു വാ പുല്ല് കടിക്കുമ്പോ 4 കാലിന്റെ അടി പുല്ലിരിപ്പുണ്ട് ഒരു വാ പുല്ല് കടിക്കുമ്പോ 4 കുളമ്പിന്റെ അടിയിൽ പുല്ലിരിപ്പുണ്ട് ആ പുല്ല് തിന്നാൻ പറ്റുമോ അനുഭവിക്കുന്നതിന് 4 ചവിട്ടി പോകുന്നതാണ് ബന്ധനത്തിന്റെ രണ്ടാമത്തെ സൈൻ। हम देख सकते हैं कि जब गधा जो है अपने पैर अपने जो झुक कर जब वो घास चरता है तो जब वो जिस जगह पे घास चरता है उसके बाकी पैरों के नीचे उसकी और भी घास उसने दबा के रखा हुआ है। तो कहने का आशय ये है कि जिस जो छोटी सी जो जगह है जितना वो खाता है उससे ज्यादा वो दबा के रखा हुआ उसने। 33 വർഷം ഭാര്യ ഭർത്താവുകളുടെ ഗൾഫിൽ ജോലി ചെയ്ത് നാട്ടിൽ വന്നേച്ച് ഇന്ന് റേഷനറി മേടിക്കാൻ കഷ്ടപ്പെടുന്നവരെ എനിക്കറിയാം। जो 33 साल जो है जो गल्फ में जो रहकर जो मतलब क्या है जो एक परिवार जो है रहकर आया है वापस वो गांव में रह रहे हैं अभी लेकिन अभी भी उसको राशन खरीदने भी बहुत मुश्किल हो रही है। इल्ले पास में सामंतिक बंधन इल्ले यीशु के नाम से लगाइए संपत्ति में जो है वो बंधन है वो यीशु के नाम से हम उसको भगाना चाहिए। यीशु के नाम से लगाइए यीशु के नाम से वो बंधन टूटना चाहिए। I command in the mighty name of Jesus. ഇന്ന് രാത്രി അതാഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിന് മേൽ ഞാൻ അനുഗ്രഹത്തെ റിലീസ് ചെയ്യുന്നു। ഇന്നേക്ക് ഒരു 10 വർഷമായില്ല 6-7 വർഷമായില്ല ഞാൻ ശുശ്രൂഷിക്കുന്ന മണർകാട് സഭയ്ക്കെതിരെ വലിയ പ്രോബ്ലം ഉണ്ടായി 2 years 2 വർഷം സഭയ്ക്കെതിരെ കേസുണ്ടായി കോട്ടയം കളക്ടർ മണർകാട് പോലീസ് മണർകാട് പോലീസ് സ്റ്റേഷൻ ചർച്ചോടുള്ള വണ്ടി തടയൽ ഞങ്ങളുടെ കൊച്ചു ഹോളിനകത്ത് കയറി മൈക്കഴിച്ചെടുക്കൽ അങ്ങനെ കലാപരി വഴികൾ ധാരാളം നടക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു നീ എനിക്കൊരു ആലയം പണിയാൻ പോവുക ഞാൻ ചെന്ന് ആലയം പണിയാൻ വേണ്ടിയിട്ട് എൻ്റെ എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ എനിക്ക് വേണ്ടത് 55 ലക്ഷം രൂപയാണ് എൻ്റെ ഇരിക്കുന്നത് ദുബൈയിൽ വന്നൊരു കൺവെൻഷൻ പ്രസംഗിച്ചു സഭക്കാരനിക്ക് 1.5 ലക്ഷം രൂപ തന്നു എൻ്റെ ചർച്ചിൽ ഒരു ബിൽവറുണ്ട് ഒരു 1 lakh DD അങ്ങനെ 2.5
2 ലക്ഷം രൂപയും കൊണ്ട് എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ് കൊച്ചിയിലേക്ക് ലാൻഡ് ചെയ്തില്ല ഇടി മുഴങ്ങുന്ന പറഞ്ഞാൽ ദൈവശബ്ദം കേട്ടു, നീ എനിക്ക് വേണ്ടി ആലയം പണിയുന്നു. ഞാൻ പറഞ്ഞു, കർത്താവെ, വെളുപ്പിനെ 3 മണിക്കൊക്കെ തമാശ ആസ്വദിക്കാനുള്ള ആരോഗ്യം എനിക്കില്ല. കർത്താവ്, ഞാൻ തമാശ പറയാറില്ല, എന്ന് പെട്ടെന്ന് പറയാമേ, ഇതൊരു സാക്ഷ്യമായതുകൊണ്ട്. ഞാൻ വീട്ടിൽ വന്ന് വൈഫിനോട് പറഞ്ഞു, ജോസ്മിൻ അയാളുടെ പേര്. ഞാൻ ഇത് റോ, അത് ജോ. ജോസ്മിന് ഞാൻ പറഞ്ഞു, എടി ഇങ്ങനെ കർത്താവ്. അന്നേരം അവളെന്നോട് പറഞ്ഞ്, ഈ മനുഷ്യൻ്റെ കൂടെ കൂടി അന്ന് തൊട്ടേ സിമെന്റ് തീറ്റ് ചെയ്യാം. കാര്യം എപ്പോഴും വീട്ടിൽ പണി നടക്കുക, സിമെന്റ് മുഴുവൻ തിന്നുമല്ലേ, ഇനി അടുത്ത തീറ്റ തുടങ്ങാൻ പോകണം. ഞാൻ പറഞ്ഞു, കർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു 7 സെന്റ് സെൻറ്റേജ് ഇനി നാട്ടിൽ വരുമ്പോൾ ഞങ്ങളുടെ അതിനെ കൂടെ ഒന്ന് പറഞ്ഞാൽ കേട്ടോ. സ്തോത്രം, ഹാലേലൂയ. അതെല്ലാം നടന്നത് 7 സെന്റ് സ്ഥലത്തിനകത്ത് ഹോൾ പണിയാൻ വേണ്ടി 2.5 ലക്ഷം രൂപയും കൈ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച തറക്കലുമ്പോൾ ഞാൻ കർത്താവിനോട് ചപ്പ ഇതെന്ത് ഭയം നടക്കാറുണ്ട്. കർത്താവിനോട് ഡോണ്ട് വറി, മുമ്പോട്ട് പോകും. ആമേൻ. അപ്പോൾ ഞങ്ങളുടെ സ്വർഗീയ വിരുന്നിൽ കൂടുന്നൊരു സഹോദരനാണ് ഹോൾ പണിയുന്ന കോൺട്രാക്ടർ. ഞാൻ അയാളോട് ചോദിച്ചു, നമുക്ക് ഹോളിന് എത്ര പില്ലർ വേണം? പുള്ളി പറഞ്ഞു 12 പില്ലർ. നോർമലി ഒരു പില്ലറിന് എന്നാ ചിലവ്? പുള്ളി കയറ്റി പറഞ്ഞായിരിക്കും, നോർമലി ഒരു പില്ലർ ഒരു 3 ലക്ഷം രൂപ ചിലവാണെന്ന് പറഞ്ഞു. ഞാൻ ഈ 2.5 ലക്ഷം രൂപ പുള്ളിയുടെ കൈ കൊടുത്ത് ചോദിച്ചൊരു 3/4 പില്ലർ വേണമെന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ ആ സഭാവിന്റെ പണി തുടങ്ങി. കർത്താവിന്റെ ദാസനെ, ഞാൻ നിൽക്കുന്ന ഒരു പുൽപ്പിറ്റിലും ദൈവമക്കൾ കൂടുന്ന വിശുദ്ധ സ്ഥലത്തുമാണ് ഞാൻ നിൽക്കുന്നത്. റിയലി അതിന്റെ ഭയവും അതിന്റെ ആശങ്കകളും എൻ്റെ അങ്ങനെ അപ്പാവിലുണ്ട്. 6 മാസം കൊണ്ട് ഹോളിന്റെ പണി കഴിഞ്ഞു. ഈ 6 മാസം കൊണ്ട് ഞാൻ ഒരാളോട് ചോദിച്ചിട്ടില്ല, ഒരു രാജ്യത്തും എത്തേണ്ടിയിട്ടില്ല. കാര്യം ഈ കേരളത്തിലെ ഹോൾ UK തന്നെ പണിയേണ്ടതല്ല. നിങ്ങളെങ്ങനെ എടുത്താൽ എനിക്ക് വിരോധമില്ല. എന്റെ മനസ്സ് അങ്ങനെയൊക്കെ. ഒരാളോട് തെണ്ടിയിട്ടില്ല, ഒരാളോട് പറഞ്ഞിട്ടില്ല. ചർച്ചിൽ നിർബന്ധിതമായി 1 രൂപ പിരിവെടുത്തിട്ടില്ല. പക്ഷേ 6.5 മാസം കൊണ്ട് ഹോള് പണിതു. 5 പൈസ കടവില്ല. ഇന്ന് ആ ഹോളിനകത്ത് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, സാമ്പത്തിക അനുഗ്രഹം പോക്കറ്റിലെ കറൻസി അല്ല, തമ്പുരാൻ നിന്റെ കൂടെ വയ്ക്കുന്നതാണ്. എന്തുകൊണ്ടോ ആ ദൂത് കയറി വരുന്നത് കൊണ്ട് ഒരു വലിയ വിടുതൽ ചില മേഖലകൾ സംഭവിക്കും. ഞാനത് വിശ്വസിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ശത്രുവിന്റെ വിരോധമായ രേഖയുടെ ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് സാമ്പത്തിക തകർച്ചയാണ്. और जो शैतान के जो हमारे विरुद्ध में जो बंधन की जो क्या है कि वो सबसे पहली ये बात है कि हमारे संपन्नता को वो ठुकराता है. രണ്ടാമത്തേത് തലമുറകളുടെ പ്രതിസന്ധിയാണ്. और दूसरी बात जो है कि हमारे जो बच्चों के ऊपर वो कैसे विरोध काम करता है. പഠിച്ച മാർക്ക് കിട്ടുകയില്ല, ഇല്ലേ രോഗം മാറുകയില്ല, അല്ലെ പ്രശ്നം മാറുകയില്ല, അല്ലെ സ്കൂളിൽ ചെന്ന് ആളുകൾ വെറുതെ ശുദ്ധി ഉണ്ടാക്കുക, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് പാടാൻ ഇഷ്ടമില്ല, പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ല, പ്രാർത്ഥന കൂടാൻ ഇഷ്ടമില്ല. കഴിഞ്ഞ ദിവസം എന്നോട് ആരും പറഞ്ഞു, ഇവിടെ പിള്ളേരെ തല്ലാൻ വരുന്നത്. ഞാൻ പറഞ്ഞു, പാട് കാണാതെ തല്ലാൻ പഠിക്കണമെന്ന് പറഞ്ഞു. അതിന് പിള്ളേരുടെ ദേഹത്ത് അതിനെ പതുക്കെ പറയുന്നത്. तो यहाँ पे कहते हैं कि जो है कि बच्चों के बारे में जो विरोध में जो कार्य जो शैतान ऐसे करते हैं कि क्या है कि उसको पढ़ाई होती है तो उसको अच्छे से नंबर नहीं आते. ये स्कूल में होते तो वो क्या है कि दूसरे बच्चों के साथ वो लड़ाई करता है, नहीं तो फिर क्या है कि उसको जो पढ़ता है वो भूल जाता है. ऐसे काफ़ी सारी ऐसी बातें हैं. और क्या है कि यहाँ पर ऐसे बताया गया है कि यहाँ पे बच्चों को और बच्चों नहीं, घर पे वो क्या है प्रार्थना नहीं करता और घर पे जो आगे वो गाना नहीं गाता. तो अगर ऐसी सारी बातें वो शैतान उसके विरुद्ध बच्चों के विरुद्ध में कार्य करता है. तो पासवान कहते हैं कि यहाँ पर UK में क्या है कि मारपीट नहीं होनी चाहिए, लेकिन पासवान कहते हैं कि बिना कोई छाप के मारना चाहिए. കേരളത്തിൽ ജനിച്ച പിള്ളേരുടെ കൂടെ ഏറ്റവും കൂടുതൽ വഴക്ക് കേട്ടയാളാണ് जो सबसे केरल में जो पढ़ाई की है उन लोगों में जो सबसे ज्यादा जो डांट मिली है वो सिस्टर रोस्वी है. ഇനി ഒരു കാരണമില്ലെങ്കിൽ ഓമനെ വെച്ച് ഒരു കാരണം ഇല്ലല്ലോ എന്നൊരു വഴക്ക്. लेकिन अगर कोई कारण नहीं है उनको डांटने का, तो उनकी माँ है जो मम्मी जो है उनको बिना कोई कारण, अगर कोई कारण नहीं है तो ऐसे ही डांट देते हैं, ऐसे करके उनको डांटती थी. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, എന്റെ വാക്കിലെ അപര്യാപ്തത നിങ്ങൾ ഓർക്കണം. UK ഗവൺമെന്റ് നമ്മുടെ അമ്മാച്ചനൊന്നുമല്ല, നമ്മുടെ ആധാര പുസ്തകമാണ്. വടിയെ സ്നേഹിക്കാത്തവൻ മക്കളെ വെറുക്കുന്നു എന്നാണ് പുസ്തകത്തിലെ വാക്യം. और यहाँ पे क्या कहते हैं कि यदि यहाँ की सरकार अगर मना भी करती है तो लेकिन परमेश्वर में बच्चों को अगर हमें उन्हें बढ़ाना है तो हमारे जो आधार जो हमारी किताब होनी चाहिए, परमेश्वर का कलाम. എക്സാം വരുമ്പോൾ പിള്ളേർക്ക് ഉണ്ടാക്കുന്ന തലവേദന, അതല്ലെങ്കിൽ വീടിനകത്ത് പിള്ളേർ ചിലപ്പോൾ പൊട്ടിത്തെറിക്കുന്ന
അവരുടെ സ്വഭാവത്തിന്റെ വൈകൃതങ്ങൾ ആമേൻ ഭയങ്കര ഒരു ഡിപ്രഷനിലേക്ക്, ഓവർ ടോക്കിങ്ങുകളിലേക്ക്, ഇതൊക്കെ ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ആ സ്പിരിറ്റ് ഓഫ് ഡാർക്ക്നെസ്, ഒരു ഇരുട്ടിന്റെ ആത്മാവിനെ ഇത് വിരോധമായ രേഖയുടെ മറ്റൊരു സൈനാണ് തലമുറ. तो हम यहाँ पे कहते हैं कि जो इसके जो शैतान जो विरुद्ध में कार्य करता है, जैसे कि बच्चे जब घर पे आते हैं तो उनको बिल्कुल क्या है कि उनको एक सर दर्द होता है और वो क्या है कि मानसिक अवस्था भी उनकी सही नहीं होती उनको पढ़ाने की, वो बिल्कुल एक क्या है कि बहुत परेशानी की अवस्था में ऐसे ऐसे महसूस करते हैं। तो वो सब कुछ जो है कि हमारे बच्चों में क्या है वो विरुद्ध शैतान कार्य करता है। 57 യൂണിറ്റ് വേദന അനുഭവിച്ച് അല്ലെങ്കിൽ 20 അസ്ഥി പച്ചയ്ക്ക് വട്ടമൊടിയുന്ന വേദന അനുഭവിച്ച ഒരു അമ്മ കുഞ്ഞിനെ പ്രസവിക്കുന്നു. രക്തത്തിന്റെ കളർ മാറ്റി പാലാക്കി കൊടുത്ത് കൊച്ചിനെ വളർത്തി കണ്ണുനീര് കൊണ്ട് നനച്ച് ഇത്രത്തോളം നിങ്ങളാക്കിയത് ഇലക്ട്രിക്കിന്റെ സാധനം കൊണ്ട് പുക വലിച്ച് തള്ളാനല്ല. 16 വയസ്സ് കഴിയുമ്പോൾ വീട്ടുകാരെ വിട്ട് മാറി കൂട്ടുകാരുടെയോ തോളെ കൈയിട്ടുകൊണ്ട് ഈ നാട്ടിലൂടെ അലയാനല്ല. നിന്റെ തലമുറ ദൈവരാജ്യത്തിനുള്ളതാ. बच्चों को पैदा करती है और वो भी नहीं हम उनको क्या है कि अपने खून को मतलब पसीने बदल कर उनको क्या दूध पिलाते हैं, और उससे बढ़कर क्या है कि हमारे अपने बच्चों को जब हम बढ़ाते हैं तो केवल क्या है कि इस सांसारिक लोग के हिसाब से क्या है कि सिगरेट फूंक कर या किसी और अपने दोस्तों के कंधों में कंधे हाथ डालकर उनको ऐसे छोड़ने के लिए नहीं, बल्कि परमेश्वर की कलाम के अनुसार उनको क्या है कि बढ़ाना है। അമേരിക്ക വെച്ചൊരു പെൺകൊച്ചു കുരുത്തക്കേട് കാണിച്ചിട്ട് മകൾക്കും അപ്പനും കൂടെ ടിക്കറ്റ് എടുത്ത് കൊച്ചിയിൽ ഇറങ്ങിയപ്പോൾ എയർപോർട്ട് വെച്ച് ചെവിക്കലോട്ടൊരു അടി കൊടുത്തേച്ച് മോളോട് പറയാ, ഈ ഒറ്റ അടിക്ക് എനിക്ക് ചെലവായത് 6 ലക്ഷം രൂപയാണ്. अमेरिका में ऐसा एक परिवार था जहाँ पर पिता ने क्या है कि अपने बच्ची को क्या है कि उसकी शैतानी की, लेकिन उसने क्या किया, उसने एक टिकट लिया, वो जो है कि कोच्चि केरल में कोच्चि नाम की जगह पर वो फ्लाइट से उतरे और उस टाइम पता है क्या हुआ, उस जैसे ही उतरे उस पिता ने क्या अपनी बच्ची को गाल में एक थप्पड़ मारा। उन्होंने बोला कि इस पूरे शैतानी के लिए जो उसका कीमत है वो 6000 मतलब कि क्या है कि रुपए है, 6 लाख। തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. अपने बच्चों के लिए प्रार्थना करें। വാക്കോടെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പ്രാർത്ഥന. അന്ത്യകാലത്തിന്റെ ലക്ഷണം ഭൂകമ്പമല്ല, അന്ത്യകാലത്തിന്റെ ലക്ഷണം ഭൂമി പൊട്ടുന്നതല്ല, അന്ത്യകാലത്തിന്റെ ലക്ഷണം കോവിഡല്ല, അന്ത്യകാലത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം സകല ജഡത്തിന് മേൽ ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും अंतिम समय जो परमेश्वर के आगमन के समय में वो ये नहीं है कि अनेक जगहों पर भूकंप होगा या अनेक जगह पर लड़ाइयाँ होगी या अंतिम समय में कोविड होगा, ये सब कुछ नहीं है। लेकिन परमेश्वर के कलाम के अनुसार अंत के दिनों में मैं अपनी आत्मा सभी के ऊपर उड़ेलूंगा और अपने बेटे और तुम्हारे बालक लोग क्या है कि वो प्रवचन करेंगे। നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടേ, നിങ്ങളുടെ തലമുറകൾ രാജ്യത്തോട് പ്രവചിക്കുന്നത്. നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടേ, നിങ്ങളുടെ തലമുറകൾ രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്നത്. നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടേ, നിങ്ങളുടെ തലമുറകൾ ദൈവം പ്രാർത്ഥിച്ച് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്റെ തലമുറകൾ റിവൈവലിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത് ഞാൻ കാണും. क्या आप अपने आप में दिव्य दर्शनों के साथ देख सकते हैं कि आपके बच्चे एक बहुत बड़ी रिवाइवल की कलीसिया अपनी उसका नेतृत्व दे रही है, वो लोगों को चंगाई कर रही है और अनेकों के लिए दुआएं और प्रार्थना कर रही है। क्या आप ऐसे अपने आप में सोच सकते हैं? क्या എനിക്ക് 2 മക്കളുണ്ട്. എന്റെ മോളെ ലേബർ റൂമിന്റെ വാതിക്കൽ കൊച്ചിനെ ഒന്ന് കാണാൻ വേണ്ടി ആർത്തിയോടെ നിൽക്കുന്ന പല അപ്പന്മാരുടെ കൂടെ ഒരാളായിട്ട് ഞാൻ നിന്നത് എന്റെ ഓർമ്മയിലുണ്ട്. എല്ലാരെയും കൊണ്ട് പ്രസവിച്ച കുഞ്ഞുങ്ങളെ കാണിച്ച് അമ്മയുടെ കയ്യിലും അപ്പന്റെ കയ്യിലും ഒക്കെ കൊച്ചിനെ ഒരു സ്റ്റെറിലൈസ്ഡ് ടർക്കിക്കകത്ത് കൊടുത്ത് അവരെല്ലാം കൂടെ ചിരിക്കുമ്പോ എന്റെ കൊച്ചിനെ മാത്രം എന്റെ കയ്യിൽ തന്നില്ല. ഞാൻ നോക്കുമ്പോ ആ ലേബർ റൂമിന്റെ അകത്തൂടെ നഴ്സുമാരും ഡോക്ടറും ഓടുന്നു ഒരു കൊച്ചിനെ കൊണ്ട്. എനിക്ക് വല്ലാത്ത വെപ്രാളായി പോയി. ഞാൻ അവരുടെ പുറകെ ഓടി. ഞാൻ ചെന്ത കൊച്ചിനെ കാണിക്കാത്തത്. അവർ പറഞ്ഞു, കൊച്ചു വല്ലാതെ ശ്വസിക്കുന്നു, നായ ശ്വസിക്കുന്നത് പോലെ ശ്വസിക്കുന്നു, ഇങ്ങനെ ശ്വസിക്കുന്നു. കാർഡിയാക് പ്രോബ്ലം വലിയതാണ്. കൊച്ചിനെ കിട്ടുമെന്നറിയില്ല. ആ കൊച്ചിനെ കൊണ്ട് ഓടി വെന്റിലേറ്ററിനോട്ടോ ഇൻക്യുബേറ്ററിനകത്തോട്ടോ അവർ ഓടി. ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് വല്ലാത്ത പ്രതിസന്ധിയാ. ഒരു മുറിക്കകത്ത് പോയി കിടന്ന് ഞാൻ കരയാൻ തുടങ്ങി. 30
കോടി ദൈവങ്ങളെ, 60,600 അസുരഗണങ്ങളെ, 1001 വെലുഗുണ ദേവതകളെ വിട്ടിട്ട് യേശു ദൈവമാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഇറങ്ങിയിട്ട് രോഗിയായ ഒരു കൊച്ചിനെ കൊണ്ട് അവരുടെ മുമ്പിൽ ചെല്ലുന്നതിന്റെ ഗതികേട് ഞാൻ വാവിട്ട് കരഞ്ഞു. ആ മുറിക്കകത്ത് കിടന്നു 1.5-2 മണിക്കൂർ. അത് കഴിഞ്ഞ് ഡോക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആണ്ട് കിടക്കുന്നു നിങ്ങളുടെ മോള് ഹൈലി പ്രോബ്ലം ആയിരുന്നു, പക്ഷെ കുറച്ചു മുമ്പേ ആമേ ഈ ഇൻക്യുബേറ്ററിനകത്ത് കിടന്ന് കൊച്ചൊന്ന് ഞെട്ടി. ഇപ്പൊ പരിശോധിച്ചിട്ട് കൊച്ചിന് കുഴപ്പമില്ല. ആമേ അവൾ ആരോഗ്യത്തോടെ അവളാണ്. ഇന്ന് 20 വയസ്സുണ്ട്. അവൾ വേറെ രാജ്യത്ത് മെഡിസിൻ പഠിക്കുന്നുണ്ട്. എന്റെ യേശു അത്ര നല്ലവനാ. गवाही है कि जब वो अनेक बाप की तरह जब अपने लेबर रूम के बाहर जब खड़े होकर अपनी बीवी की मतलब कि क्या है कि प्रसव में वहाँ पे इंतजार कर रहे थे, जब एक छोटी सी बच्ची उनको जब पैदा हुई थी तो उसको बहुत ही सांस लेने में बहुत तकलीफ हो रही थी। तो डॉक्टर लोग जो है कि उसको लेके कई दफा भाग रहे थे। बाकी जो पिता लोगों को अपने बच्चे मिले थे तो पासवान जो है बहुत ही निराश हुए कि उन्होंने अपने जो क्या है कि दूसरा विश्वास छोड़कर अन्य देवताओं की आराधना करना छोड़कर इस परमेश्वर को उन्होंने स्वीकार किया। वो काफी समय उन्होंने ऐसे क्या है कि प्रार्थना में अपने परमेश्वर से ऐसे मतलब कि अपने बातें रखे। लेकिन वहाँ पर क्या हुआ, जिस डॉक्टर ने उस बच्ची को इंक्यूबेटर में रखा था उन्होंने क्या है बोलो आ जाओ अपने बच्ची को देख लो। उसको बहुत ही बड़ी मुश्किल थी, उसको सांस लेने की तकलीफ थी, लेकिन परमेश्वर ने उसको पूरा सही कर उसने एक झटका लिया होगा, उसमें उसका सब कुछ, उसका सांस लेना सब कुछ उसको बिल्कुल चंगाई में उसको प्राप्त हुई है। ऐसे करके बोला परमेश्वर जीवित है आज भी। हर बार अपने बच्चों के सर के ऊपर हाथ रख के प्रार्थना करें। നമ്മുടെ മക്കള് ദൈവകൃപയിലില്ലെങ്കിൽ, നിന്റെ കൂടെ നിന്റെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നില്ലെങ്കിൽ ये कितना भी अपने अपनी संपत्ति कमा ले, यदि हमारे बच्चे हमारे साथ बैठ के प्रार्थना नहीं करे या परमेश्वर की आराधना ना करे तो वो कुछ भी नहीं है उसके हिसाब से। നമുക്ക് കരയണം മക്കൾക്ക് വേണ്ടി. ജോലി ചെയ്യാനും പണം ഉണ്ടാക്കാനും വീട് മേടിക്കാനും വണ്ടി മേടിക്കാനും വള്ളം മേടിക്കാനും ഉടുപ്പ് മേടിക്കാനും വസ്തു മേടിക്കാനും 5-ാം പട്ടയ്ക്ക് പാടുന്ന റബ്ബർ മേടിക്കാനും ഒക്കെ ഓടുന്നതിനിടയ്ക്ക് कुഞ്ഞുങ്ങളെ അഭിഷേകത്തിൽ നിർത്താൻ अपने बच्चों के लिए खास तौर से दुआ करें और प्रार्थना करें। काफी समय में हम व्यस्त होंगे, काफी कुछ खरीदने में हम लोग व्यस्त होंगे, लेकिन वो सब कुछ छोड़कर अपने बच्चों के लिए आंसू बहाकर प्रार्थना करें। മൂന്നാമത്തെ സൈൻ ശാരീരിക ബലഹീനതയാണ്. യോബിന്റെ ദേഹത്തെ പുഴുക്കളും വടുക്കളും. और तीसरा जो है वो क्या है कि शारीरिक तौर से हम क्या है कि विरोध, शारीरिक तौर से हम विरोध अनुभव करते, जैसे कि अय्यूब के शरीर में जो हुए फुंसी और फोड़े की तरह। നാലാമത്തെ സൈൻ എന്ന് പറയുന്നത് കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ വീടിനകത്തെ അസ്വാരസ്യങ്ങൾ, വേണ്ടാത്ത കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കുക. ഇവിടെ യോബിന്റെ ഭാര്യ വിളിച്ച് പറഞ്ഞില്ല എനിക്ക് ഇനിയെങ്കിലും ചെയ്യത്തില്ല. അപ്പം ഞായറാഴ്ച സഭായത്തിന് ശനിയാഴ്ച വീട്ടിൽ അടി ഉണ്ടാക്കുക, വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വരുന്നതിന് മുമ്പ് അന്ന് രാത്രി വഴക്കുണ്ടാക്കുക, തമ്മിൽ തല്ലുക, കുശുമ്പ് കുത്തുക, എന്നിട്ട് ആരാധിക്കാതെ വന്ന് ചർച്ച ഇരിക്കുക. പാസ്റ്റർ പറയുന്നു ദൈവം നിന്നെ തൊടുന്നു, ഒരു രക്ഷയിൽ തൊടുക. ഇങ്ങനെ അവരുടെ ആ കലിപ്പിൽ ഇങ്ങനെ. അപ്പം നിങ്ങൾ വളരെ ഭയപ്പെടണം. വീടിനകത്തുണ്ടാകുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ഇടപാടുകൾ, ഇതിന്റെ പുറകിൽ ഒരു സാത്താന്യ അജണ്ടയുണ്ട്. कहते हैं कि अगर चौथी बात ये है कि पति पत्नी आपस में मनमुटाव, जैसे कि अगर संडे को आराधना के लिए जाना है तो कि शनिवार को सैटरडे को ही क्या उन्होंने कुछ अलग से बात कर ली और मनमुटाव हो गया, लड़ाई हो गई। और जब क्या कलीसिया में आते परमेश्वर दास बोलते हैं परमेश्वर आपको छूना चाहता है, लेकिन क्या है कि हम ऐसे बिल्कुल क्या है पत्थर हृदय के साथ बैठे हैं कि कैसे परमेश्वर छुएगा। तो ऐसे काफी जो है कि हमारे विरुद्ध में कार्य करने वाले शैतान के काफी सारे एजेंडाज हैं। ഈ 4 വിഷയത്തിൽ നിന്ന് മറുപടിയുണ്ട്. इन 4 विषय जो बता रखे आज उसका उत्तर है। നമ്മൾ വായിച്ച കുറിവാക്യം രേഖമായുമെന്നാണെങ്കിൽ ആമേൻ. സാമ്പത്തിക വിഷയത്തിൽ, തലമുറയിൽ, ആരോഗ്യത്തിൽ, വീടിനകത്ത് ഇന്ന് രാത്രി ഡെഫിനറ്റ്ലി വിടുതൽ ഉണ്ടായിരിക്കും. और ये जैसे हमने कलाम में पढ़ा जो लिखा हुआ लेख वो है वो मिटा दिया जाएगा, उसी तरीके से इन चारों में परमेश्वर अपना बदलाव देगा। सबसे पहले अपने क्या संपत्ति में, अपने बच्चों में, अपने शारीरिक में और अपने पति पत्नी के बीच में जो संबंध है उस संबंध है उसमें भी सब में परमेश्वर विजय देगा। हम सब लोग अपने पैरों में खड़े होकर प्रार्थना करें।
ഒന്ന്, എന്റെ ഫിനാൻസിൽ പിശാച് തുടരുത്. രണ്ട്, എന്റെ തലമുറയെ പിശാച് തുടരുത്. മൂന്ന്, എന്റെ ആരോഗ്യത്തെ പിശാച് തുടരുത്. നാല്, എന്റെ വീടിന്റെ സ്വസ്ഥതയെ പിശാച് തുടരുത്. നിന്മാരോട് ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാം എല്ലാം എന്നും എന്നും എൻ പിതാവ്. ഞാനാകുന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടു സ്നേഹിച്ചു നീ. ഞാനാകുന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എന്റെ എന്റെ സമ്പത്തിനെ പിശാച് തൊടത്തില്ല, എന്റെ തലമുറയെ പിശാച് തൊടത്തില്ല. കുഞ്ഞുങ്ങളെല്ലാവരും പ്രാർത്ഥിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പിശാച് തൊടുകയില്ല, ഞങ്ങളുടെ സമ്പത്തിനെ പിശാച് തൊടുകയില്ല, ഞങ്ങളുടെ ആരോഗ്യത്തെ പിശാച് തൊടുകയില്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പിശാച് തൊടുകയില്ല. ഞങ്ങളുടെ വീടിന്റെ സമ്പത്തിനെ പിശാച് തൊടുകയില്ല. പ്രാർത്ഥിച്ച് എല്ലാ കുഞ്ഞുങ്ങളും പ്രാർത്ഥിക്കുക. വലിയൊരു മഹത്വം ഈ ആലയത്തിനകത്ത് വെളിപ്പെടുകയാണ്. വലിയൊരു ദൈവ സാന്നിധ്യം
സ്വരത്താൽ